അറ്റുനോറ്റ് കേരളത്തിൽ ഒരു കോർപ്പറേഷന്റെ ഭരണം അത് ആഗ്രഹിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കയ്യിൽ കിട്ടുന്നു. പക്ഷേ അംഗബലം കൃത്യമായിരുന്നു. പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന ഒരു സ്വതന്ത്രൻ പിന്തുണയ്ക്കുന്നു. അങ്ങനെ VV രാജേഷ് മേയറായി ചുമതലയേൽക്കുന്നു. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ 6 മാസത്തേക്ക് ഒരു സമാധാനം എന്താണെന്ന് ഭരണസമിതി അറിഞ്ഞിട്ടില്ല. സുഗതൻ എന്ന കാപ്പാക്കസ് പ്രതിയാണ് ഏറ്റവും വലിയ തലവേദനയായി മാറുന്നത്. 3 കൗൺസിൽ പങ്കെടുത്തില്ല എങ്കിൽ സുഗതൻ പുറത്താണ്. ആളിപ്പോൾ ജയിലിലാണ്. നിയമപരമായി മുന്നോട്ട് പോകുന്നു. കോടതി ഹൈക്കോടതിയിലേക്കടക്കം BJPയുടെ പിന്തുണയോടെ സുഗതനും എല്ലാം നിയമപോരാട്ടം നടത്തുകയാണ്. പക്ഷേ സുഗതന് ഇറങ്ങാൻ പറ്റിയില്ല എങ്കിൽ പിന്നീട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തായിരിക്കും സംഭവിക്കുക? റൈസ് ഷിഹാസ്, ഈ മാസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി കൗൺസിൽ യോഗം ചേരണം. കോർപ്പറേഷൻ കൗൺസിൽ എല്ലാ മാസവും ചേരണം എന്നതാണ് ചട്ടം. അതനുസരിച്ച് കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് കൗൺസിൽ യോഗം ചേർന്നതും അടിയോടുകൂടി പിരിഞ്ഞതും. സ്വാഭാവികമായും ഈ മാസം 31-ന് മുമ്പായാണ് കൗൺസിൽ യോഗം ചേരേണ്ടത്. ആ കൗൺസിൽ യോഗത്തിൽ കൂടി സുഗതന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുഗതന്റെ നിയമപ്രകാരമായി സുഗതന് 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം അയോഗ്യനാകാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നഗരസഭാ സെക്രട്ടറിക്ക് കടക്കേണ്ടി വരും. ഈ മാസം 31-ന് മുമ്പായി കൗൺസിൽ യോഗം എന്തായാലും ചേരും. അക്കാര്യം അല്പസമയം മുമ്പ് നമ്മൾ VV രാജേഷിനോട് ഫോണിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അതുണ്ടാകും എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ കൗൺസിൽ യോഗം കഴിഞ്ഞ് സുഗതൻ അയോഗ്യനാവുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 BJP അംഗങ്ങൾ പാട്ടൂർ രാധാകൃഷ്ണന്റെ പിന്തുണ, അങ്ങനെ 51 BJPക്കുള്ളത്. 29 LDFന്, 20 UDFന്, 1 കോൺഗ്രസ് വിമതൻ, അങ്ങനെയാണ് 101 ഉള്ളത്. ഇപ്പോൾ സുഗതൻ അയോഗ്യനായാൽ പാട്ടൂർ രാധാകൃഷ്ണൻ അടക്കം നോക്കുകയാണെങ്കിൽ 50 പേരായിരിക്കും BJP പക്ഷത്ത് ഉണ്ടാവുക, NDA പക്ഷത്ത് ഉണ്ടാവുക. നേരെ ഓപ്പോസിറ്റ് UDFും LDFും പൗണ്ട് കടവിൽ നിന്നുള്ള കോൺഗ്രസ് റിബലായ ആളും കൂടി ഒരുമിച്ചാൽ അവരും 50 ആകും. അങ്ങനെ 50-50 എന്നൊരു അവസ്ഥ വരും. അപ്പോഴും BJPയെ സംബന്ധിച്ച ആശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ അവിശ്വാസ പ്രമേയത്തിന് ഇനി UDF മുൻകൈ എടുക്കുമോ? അങ്ങനെ മുൻകൈ എടുത്താൽ LDFന്റെ പിന്തുണ ഉണ്ടാകുമോ? അതല്ല, LDF അവിശ്വാസ പ്രമേയത്തിന് മുൻകൈ എടുത്താൽ സ്വാഭാവികമായും കഴിഞ്ഞ തവണ UDF അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തിയപ്പോൾ അന്ന് പിന്തുണയ്ക്കാതിരുന്ന LDFനെ UDF പിന്തുണയ്ക്കുമോ എന്നതാണ്. എന്തായാലും LDFും UDFും ഒരുമിച്ച് നിൽക്കാതെ 34 അംഗങ്ങൾ വേണം അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചക്കെടുക്കാൻ. ഇപ്പോൾ UDFന് 20ഉം LDFന് 29 ആയതുകൊണ്ട് അവരൊരുമിച്ച് നിൽക്കാതെ, അതായത് ഭരിക്കുന്ന കാര്യത്തിനപ്പുറം BJPയെ പുറത്താക്കുന്ന കാര്യത്തിൽ ആദ്യം അവർ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഒരു ഒരുമിച്ച് നിൽക്കൽ ഉണ്ടാകില്ല എന്നതാണ് BJPയുടെ ആത്മവിശ്വാസം. ശരി റഹീസ്, അപ്പോൾ കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന് ഉള്ളതും.